കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ പായസമാണ്. എന്തൊക്കെ വെറൈറ്റി പായസം വന്നാലും സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനായിട്ട് 1.5 ലിറ്റർ പാലിലാണ് ഞാൻ സേമിയ ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് 300 ഗ്രാം സേമിയ എടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ 300 ഗ്രാം സേമിയയും ഇതുപോലെ ചെറുതായി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാതെ വേണം നമ്മൾക്കിത് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ചേർത്ത് വേണം വറുക്കാനായിട്ട്. അങ്ങനെ ഇതുപോലെ എല്ലാ സേമിയയും നമുക്ക് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം വയ്ക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് 1.5 ലിറ്റർ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ ഇതിലേക്ക് 4 ഗ്ലാസ് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല കട്ടിപ്പാലായതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലിലോട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ പതുക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട കുത്തി കിടക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി തന്നെ നമുക്ക് പായസം ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയ വേവാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. എന്നാലും ഒരു മാക്സിമം 20 മിനിറ്റ് വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. മധുരമെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണ് പായസത്തിൽ ചേർക്കേണ്ടത്. ഞാനിവിടെ 2.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ പായസം ഇളക്കി കൊടുക്കേണ്ടതാണ്. പഞ്ചസാരയെല്ലാം നന്നായി ഉരുകി വരുന്നത് വരെ നമുക്ക് പായസം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അവസാനം നമ്മളുടെ 20 മിനിറ്റിന് ശേഷം അടിപൊളിയായിട്ട് തന്നെ പായസം വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് നമുക്ക് പായസത്തിലോട്ട് ഇടാവുന്നതാണ്. അണ്ടിപ്പരിപ്പെല്ലാം ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലോട്ട് തന്നെ ഞാൻ കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾക്ക് ഇതെല്ലാം പായസത്തിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ചൂടോടുകൂടി തന്നെ അടിപൊളി സേമിയ പായസം സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.